ഇവള് നിങ്ങളുടെ വീട്ടിലെ പെണ്ണല്ലാത്തത് കൊണ്ടാ. വാര്യരുടെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ നിങ്ങൾ ഇവൾക്ക് വാതിൽ തുറന്നു കൊടുക്കില്ല. വല്ലവരുടെ സദ്യക്ക് കയറി വിളമ്പാൻ നഷ്ടമൊന്നുമില്ലല്ലോ. ആ നിരീക്ഷണം തെറ്റാ. എന്റെ മോളായിരുന്നെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യുമായിരുന്നു. ഞങ്ങളൊക്കെ മനുഷ്യബന്ധങ്ങളെ മാനിക്കുന്നവരാ സാറേ. മോളെ, നിക്ക്. എങ്ങോട്ടാ? അമ്മേ, ഗംഗ. തുള്ളിച്ചാടി എങ്ങോട്ടാണ്? ഗംഗ അകത്തോട്ട് കയറിപ്പോടി. ഞാൻ എന്റെ അനിയത്തോട് ഒന്ന് സംസാരിച്ചോട്ടെ. തന്റെ കൊലക്ക് കൊടുത്തൊരു അനിയത്തി തള്ളെ ചങ്ങലക്കിട്ട് എവളോട് നിനക്ക് എന്ത് സംസാരിക്കാനാ? എവള് വന്നതേ നിന്നെ കാണാനല്ല, നിന്നെ ഒട്ട് കാണുകയും വേണ്ട. അമ്മച്ചിയെ സന്ദർശിക്കാൻ എത്തിയതാ. എന്നാലും അമ്മ. ഒരെന്നാലും ഇല്ല. നടക്കടി അങ്ങോട്ട്. കുടുംബത്തെ മുഴുവൻ ചതിച്ചിട്ട് നട്ട പാതിരക്ക് ഇറങ്ങിപ്പോയ അസുര വിത്താണ് ഇവള്. അന്ന് ഈ അനിയത്തി നിന്നെ ഓർത്തില്ല, അച്ഛനെ അമ്മയെ ഓർത്തില്ല. പിറ്റേന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പില് നിങ്ങളിൽ നിന്ന് ഉരുവെന്ന് ഇവൾക്ക് അറിയാത്തതല്ല. എന്നിട്ടും പോയി. അപ്പോ നിങ്ങളെക്കാൾ വലുത് പ്രേമവാ. ഇപ്പൊ വേറെ വഴിയൊന്നും ഇല്ലാതായപ്പോ വന്നിരിക്കുന്നു അമ്മയെ കാണാൻ. ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഒരുവള് ഈ പടി കടക്കത്തില്ല, ആരെയും കാണുകയില്ല. കേറി പൊടിയാത്ത കേറി പൊടി. എടി കൊച്ചെ, സൗദാമിനി പറഞ്ഞതൊക്കെ ഗീതയോടാണെങ്കിലും നീയും കൂടെ കേൾക്കാൻ വേണ്ടിയാ. അർത്ഥം പിടികിട്ടി കാണുമല്ലോ. നിന്റെ ആരും ഇവിടെ ഇല്ല, അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടോ. ഞാൻ അമ്മയെ കാണാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ കാണും. ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. അതിന് നീ ഒന്നുകൂടെ ജനിക്കണം. ദേ, ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്റെ വീട്ടിൽ കയറി വന്ന് അതിക്രമം കാണിച്ചാലേ നീ വിവരം അറിയും. സാറിന് എവിടെ കയറി അതിക്രമം കാണിക്കാമോ? എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ കുറെ പ്രകടനങ്ങൾ നടത്തിയതല്ലേ? അതിന് അനുവാദം ആര് തന്നു? നാട് മുഴുവൻ ഭരിക്കാൻ ഏത് പോലീസ് ഓഫീസർക്കാ അധികാരമുള്ളത്? ഇവളോടെ മര്യാദ പറ്റില്ല. ഞാൻ സംസാരിക്കാം. എടി, ഇവിടെ നീ എത്ര ചന്ദ്രഹാസം ഇളക്കിയാലും ഇവിടെ ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് വാശിയാണെങ്കിൽ ഇതുകൂടി കേട്ടോ. മുല്ലമുറ്റത്തോ ഈ വീട്ടിലോ കാലുകുത്താൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല. വാശി നിങ്ങൾക്കാ? ഓ, അതുകൊണ്ട് ഞാൻ പറയുന്നു, മുല്ലമുറ്റത്തും ഈ വീട്ടിലും ഞാൻ കേറും. വേണ്ടി വന്നാ കേറി താമസിക്കുകയും ചെയ്യും. ഓ, പിന്നെ എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഇപ്പോഴെന്നല്ല, നിന്റെ അമ്മ ചത്തു കിടന്ന കാണാൻ പോലും നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. നിന്നല്ലേ കൊണ്ടുപോകുന്നത്. സൗദാമിനിയാ പറയുന്നത്. എങ്കിലതൊന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അങ്ങോട്ട് എനിക്ക് എന്റെ അമ്മയെ കാണണം. നിന്നോടാ പറഞ്ഞ നിക്കാൻ. എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്റെ അമ്മയെ കാണണമെന്ന്. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? അടങ്ങി നിക്കടി അവിടെ. കിടന്ന് നിലവിളിക്കാതെ. കൊച്ചേ, നീ ഇന്ന് ഇവിടുന്ന് നിന്റെ അമ്മയെ കണ്ടിട്ട് പോവില്ല. ഒന്ന് നിർത്താവോ? ഇതെന്ത് ഭാവിച്ചിട്ടാ ബാബുലേ സാറേ? ഭാര്യയ്ക്കോ ഇല്ല, നിങ്ങൾക്കെങ്കിലും അല്പം ബഹുദരിവ് വേണ്ടേ? ഞാൻ പറയട്ടെ, അന്യരാരുമല്ല, സ്വന്തം മോളാ ശാരദയെടുത്തേ കാണാമെന്ന് നിൽക്കുന്നത്. അതിന് നിങ്ങൾ തടസ്സം പിടിക്കുന്നതിന്റെ ന്യായം എന്താ? അതിനുള്ള അർഹതയില്ല. അല്ല, അത് തീരുമാനിക്കുന്നത് നമ്മളാണോ? ഇവിടെ അമ്മയെ തീറ്റി പോറ്റുന്നത് ഞങ്ങളാ. ഞങ്ങളുടെ വീടാ, ഇതാ ന്യായം. ശാരദയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടൊന്ന് തീറ്റിപ്പോറ്റാൻ ആരും ആവശ്യപ്പെട്ടില്ലല്ലോ. നിങ്ങൾ സ്വയം ഏറ്റെടുത്തേ. സ്വന്തം വീടാണെന്ന് കരുതി എന്ത് തോന്നിയാസവും കാണിക്കാന്ന് വിചാരിക്കണ്ട. വാര്യർ വക്കീലാവണ്ട. വെറും അയൽക്കാരനും അഭ്യുതകാംക്ഷിയായി മാത്രം നിന്നാ മതി. അനീതി അതിര് കിടന്നാലേ ചിലപ്പോ അയൽക്കാരനും അഭ്യുതകാംക്ഷിക്കും ഒക്കെ വക്കീലാവേണ്ടി വരും സാറേ. അല്ല, ഇത്ര ഒച്ചപ്പാടും ബഹളവും ഒക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമ്പോ
എനിക്കൊരു സംശയം. ശാരദയെടുത്ത് ഇവിടെ ഇല്ലേ? ശാരദയെടുത്തിയെ കാണാൻ ഗംഗയെ അനുവദിക്കില്ലെന്ന് കർശനമായി പറയുന്നതിന്റെ കാരണം അതാണോ? നിങ്ങൾ ആ പാവത്തിനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു സാറേ? ശാരദേച്ചിയെ എങ്ങോട്ട് നടന്നള്ളിയെന്നാ ചോദിച്ചേ? അനാവശ്യം പറയരുത് കേട്ടോ. ഈ ബഹളമൊക്കെ ഇവിടെ നടന്നിട്ട് അവരുടെ ഒരു അനക്കം പോലും ഇവിടെ കേൾക്കുന്നില്ലല്ലോ. എന്റെ സംശയം വെറുതെ അല്ല. അവർക്ക് ഈ സന്തതിയെ കാണണ്ട, അതുകൊണ്ട് അനങ്ങാത്തത്. അത് പക്ഷെ വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. ശാരദേച്ചിയെ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട്. അതെ മോളെ, അത് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. വാരില്ലാതിനം പറയരുത്. എങ്കിൽ എനിക്കിപ്പോ ശാരദയേച്ചിയെ കാണണം. ഗംഗയെ കാണിക്കില്ലെന്നുള്ള വാശിയല്ലേ ഉള്ളൂ. വാരില്ലാതിനം പറയരുത്. എങ്കിൽ എനിക്കിപ്പോ ശാരദയേച്ചിയെ കാണണം. ഗംഗയെ കാണിക്കില്ലെന്നുള്ള വാശിയല്ലേ ഉള്ളൂ. അതെങ്ങനെ ശരിയാവും? സൗദാമിനി, ഇങ്ങനെയുള്ള സംശയം മാറട്ടെ, പോയി കാണട്ടെ. ചെല്ല്, അകത്തെ 3-ാമത്തെ മുറിയിലുണ്ട്. ഞാൻ പോയി നോക്കിട്ട് വരാം. മോളോട് ഒന്നോ. നിങ്ങൾ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ ഇവിടെ എന്താ മോളെ ഞാൻ ഈ കാണുന്നത്? ശാരദയെടുത്തി ഉറക്കമാണോ? എപ്പോഴും ഇങ്ങനെയാണോ മോളെ? രാത്രിയില ഉറക്കമില്ലാത്തത്. ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ? ചില ദിവസം ഒന്നും വേണ്ടെന്ന് പറയും. ഇപ്പോഴും പഴയ പോലെ ഗംഗയുടെ കല്യാണക്കാരൻ തന്നെ ആയിരിക്കും പറയുന്നത്. കൂടെ കൂടെ അച്ഛനെ വിളിക്കും, പിന്നെന്തോ ഓർത്തിരിക്കും. ചികിത്സ മരുന്ന് വല്ലതും ഉണ്ടോ എന്തോ? അങ്കിൾ, അമ്മയെ ഇന്നിവിടുന്ന്. മതി മതി മതി, വിശേഷം പറഞ്ഞതൊക്കെ മതി. അടുക്കളയിലോട്ട് ചെല്ല്. എടി, നോക്കി നിൽക്കാതെ അടുക്കളയിലോട്ട് ചെല്ലാൻ. വിരുന്നുകാരൊക്കെ ഇപ്പോഴങ്ങ് പോവും, പണി കിടക്കുന്നു. ഗീതയോടാ പറഞ്ഞ ചെല്ലാൻ.
മരുന്ന് മന്ത്രമൊക്കെ കൃത്യമായിട്ട് ചെല്ലുന്നുണ്ട്, അസുഖം മാറുന്നുണ്ട്. കണ്ടില്ലേ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത്. സമയം കുറച്ചായി, എന്നാ ഇനി ഇറങ്ങുമല്ലേ? വരുന്നില്ലേ? കണ്ടു ബോധ്യപ്പെട്ടോ? സംശയം മാറിയോ? ഞങ്ങൾ കൊണ്ടുപോയി ഒളിപ്പിച്ചു പോലും. ഒരു കുടുംബത്തിന്റെ വിളക്കായിരുന്ന സ്ത്രീയ, അവരെ ഇങ്ങനെ ചങ്ങലക്കിട്ടത് കൊടും ക്രൂരതയായിപ്പോയി. എങ്ങനെ തോന്നി നിങ്ങൾക്കിത് ചെയ്യാൻ? ഈ ദേഹോപദ്രവം തുടങ്ങിയാലേ പിന്നെ എന്തോ ചെയ്യും? ആരെയും ചവിട്ടി തൊഴിക്കും, കണ്ണിൽ കണ്ടത് എടുത്തെറിയും. വേണോന്ന് വെച്ചിട്ടല്ല, നിവർത്തികേട് കൊണ്ടാ കെട്ടിയിട്ടത്. കണ്ണ് തെറ്റി ഇറങ്ങി പൊയ്ക്കളയും. ഇവിടെ ഇങ്ങനെ ഒരു ഭ്രാന്തിയുള്ള കാര്യം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ നാണക്കേട് ചില്ലറയല്ല. അയൽക്കാരും ഇപ്പൊ ഈ വീട്ടിൽ കേറാറില്ല. ഞങ്ങൾ ഏതാണ്ട് ഇപ്പൊ ഒറ്റപ്പെട്ട അവസ്ഥയില. കുറ്റപ്പെടുത്താനും സഹതപിക്കാനും ഒക്കെ എളുപ്പമാ. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആരോട് പറയും? ഭാര്യർ വലിയ അഭിപ്രായം എഴുന്നള്ളിച്ചില്ലേ? ഒരു ദിവസം വീട്ടിൽ കൊണ്ട് ചെന്ന് താമസിപ്പിച്ചു നോക്ക്, അപ്പൊ അറിയാൻ സുഖം. എന്താ കൊണ്ടുപോന്നോ? ഈ അവസ്ഥയിലേക്ക് ശാരദയെടുത്ത് എത്താതിരിക്കാനാണ് നേരത്തെ ഒരു നല്ല ഡോക്ടറെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പല തവണ ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചതാണ്, പക്ഷേ ചെവിക്കൊണ്ടില്ല. തുടക്കത്തിൽ ചികിത്സിച്ചിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. എത്രയോ നല്ല സൈക്കാട്രിസ്റ്റുകളുണ്ട്. അതിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വാര്യർക്ക് പറയാം. ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് ചില്ലറ കുറച്ചൊന്നും പോരാ. ആര് മുടക്കും? ആക്ഷൻ കമ്മിറ്റിക്കാർ പിരിവെടുത്ത് തരുമോ? അതോ വാര്യരുടെ ശമ്പളത്തിൽ നിന്ന് മുടക്കുവോ? അല്ലെങ്കിൽ തന്നെ ബാധ്യതകൾ ഓരോന്നായിട്ട് തലേ വന്ന് കയറിക്കൊണ്ടിരിക്കുക. 5 ലക്ഷവും പലിശയും ഉടനെ കൊടുക്കണമെന്ന ബ്ലേഡ് സാജന്റെ ഡിമാൻഡ്. മാധവൻ മാസ്റ്ററിന്റെ വക സഹായം. തള്ളയുടെ ചെലവിന് ദിവസം എത്ര രൂപ വേണമെന്ന് അറിയാമോ? മൂക്കുമുട്ട വേണം ശാപ്പാട്. തിന്നതിന്റെ ക്ഷീണത്തിലാ ആ കിടന്ന് ഉറങ്ങുന്നത്. ആഹാരം കൊടുക്കുന്നതിന്റെ കണക്ക് പറയാതിരുന്നാട്ടെ, മോശമാണ്. ഒരു സബ് ഇൻസ്പെക്ടറും വില്ലേജ് ഓഫീസറുള്ള വീടാ. ഒരാൾക്ക് അധികമായി ഭക്ഷണം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ബാക്കി സാമ്പത്തിക ബാധ്യതകളോ? ഇപ്പറഞ്ഞ 5 ലക്ഷം രൂപ ഉൾപ്പെടെയുള്ള കാര്യമായി പറയുന്നേ. ഇത്രയ്ക്കൊന്നും പറയാനില്ല. ഗംഗയ്ക്ക് വേണ്ടി എടുത്ത സ്വർണം കൈവശമില്ലേ? അത് വിറ്റ് ഇടപാട് തീർക്ക്. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങോട്ട് ഒരുപാട് വിളമ്പുമ്പോ അങ്ങോട്ടും ചിലത് പറയേണ്ടി വരും. ആ സ്വർണം മാധവ മാഷ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വകയാ, അല്ലാതെ ആരുടെയും തറവാട്ട് സ്വത്തല്ല. പിന്നൊരു കാര്യം, ഗീത പാവമാണ് എന്നും അതിന് കഷ്ടപ്പാടാ പറഞ്ഞിട്ടുള്ളത്. സാധുവാണെന്ന് വിചാരിച്ച് അതിന്റെ മുമ്പിലിട്ട് പെറ്റമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മഹാപാവമാണ്. അതൊരിക്കലും ശരിയല്ല.
മോളെ നമുക്ക് പോവാം. അങ്കിൾ, അമ്മ എവിടെ കണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്റെ കാര്യം എന്ത് ചോദിച്ചു? ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ല. പറഞ്ഞു. സന്തോഷമായി. എന്നാ എനിക്കും അമ്മയെ കാണണം, കാണിച്ചിട്ടാ. ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ല. പറഞ്ഞു. സന്തോഷമായി. എന്നാ എനിക്കും അമ്മയെ കാണണം, കാണിച്ചിട്ടാ. അത് പക്ഷേ ഇപ്പൊ കാണണ്ട മോളെ. അതെന്താ? മോളെല്ലാവരെയും വിഷമിപ്പിച്ചിട്ടല്ലേ വീട് വിട്ടുപോയത്. അതിന്റെ പിണക്കം അമ്മയ്ക്ക് മാറിയിട്ടില്ല. അതൊക്കെ ഞാൻ സംസാരിച്ചോളാം. സംസാരിക്കാം, പക്ഷെ ഇപ്പൊ വേണ്ട. നമുക്ക് ശാരദയേട്ടത്തെ ഇവിടുന്ന് കൊണ്ടുപോകണം. വൈകിക്കാതെ നമുക്കത് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാം സംസാരിക്കാം. ഇപ്പൊ മോള് വാ. ഞാനല്ലേ പറയുന്നത്. വാ കേറ്. കണ്ടോട്ടെ അങ്കിൾ. മോള് കേറ് വണ്ടിയില്. നിക്ക്. എന്നാലേ വാര്യർ സാറേ, ഒരു മിനിറ്റ്. വരവും പെർഫോമൻസും ഒക്കെ നന്നായി. ഉത്തരവാദിത്വമുള്ള അയൽക്കാർ ഇങ്ങനെ തന്നെ വേണം. പക്ഷെ ഒരു കാര്യം, മേലിൽ എവളെയും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. വന്നാലേ ഇതുപോലെ തിരിച്ചു പോയില്ല. അതുപോലെ എവളെ മുല്ലമുറ്റത്ത് കയറി പൊറുപ്പിക്കാനാ പ്ലാനെങ്കിലേ അതും നടക്കത്തില്ല. താക്കോലേ എന്റെ കയ്യില. ഞാൻ ഈ വീട്ടിൽ വരരുതെന്ന് പറയാൻ സാറിന് അധികാരമുണ്ട്. അത് നിങ്ങളുടെ മര്യാദയുടെ ഭാഗം. പക്ഷേ മുല്ലമുറ്റത്ത് ഗംഗമോള് കയറരുതെന്ന് കൽപ്പിക്കാൻ ബാഹുലേ സാർ ആളല്ല. താക്കോൽ കയ്യിലിരുന്നോട്ടെ. എന്നാലേ അതിന്റെ താഴെ മുല്ലമുറ്റത്തെ വാതിലിന്മേലാ. ആവേശത്തിന്റെ പുറത്തുള്ള ഇത്തരം ഡയലോഗുകള് നിങ്ങൾക്ക് ദോഷമേ വരുത്തത്തുള്ളൂ. ഈ പിഴച്ചവരുടെ ചുമതല ഏറ്റെടുത്തിട്ട് നാറാതെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുന്നതാ നിങ്ങൾക്ക് നല്ലത്. സ്വന്തം മോള് പ്രായം തികഞ്ഞ് നിൽക്കുകയെന്നുള്ളത് മറക്കണ്ട. ആ ഓർമ്മയുള്ളതുകൊണ്ടാ ഗംഗമോളെ തള്ളി പറയാത്തത്. എനിക്ക് രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മാധവൻ മാഷിന്റെ കുടുംബത്തിന് ഒരാപത്ത് വരുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല സാറേ. ആവുന്നിടത്തോളം ഞാൻ സഹായിക്കും. ലാഭവും നഷ്ടവും എനിക്ക് പ്രശ്നമല്ല. പോട്ടെ, കാണാം. അതെ, എന്താ വാര്യർ വലിയ ഗൗരവത്തിൽ പറഞ്ഞിട്ട് പോയത്? അയാള് വെറുതെ പടക്കം അടിച്ചിട്ട് പോയതാ. എന്റെ അടുത്ത് ആ ഓലപ്പാമ്പിനെയും കൊണ്ട് വന്നിരിക്കുന്നു. അതെങ്ങനെ പടക്കമാണെന്ന് നിസാരമാക്കരുത്. ചിലപ്പോ അത് ബോംബായിട്ട് മാറും. ആ വാര്യരോ? അതെ, ഗംഗയോടുള്ള നമ്മുടെ നിലപാട് എന്താന്ന് അയാൾക്ക് ശരിക്കും അറിയാം. ഒരു കാരണവശാലും നമ്മൾ അവളെ അംഗീകരിക്കില്ല എന്നും അറിയാം. എന്നിട്ടും വാര്യർ അവളെ വിളിച്ചോണ്ട് ഇവിടേക്ക് വന്നു. അത്രയ്ക്ക് ധൈര്യം ഉണ്ടായി. ആ സ്ഥിതിക്ക് അയാൾ ഇനിയും ഗംഗയെ സംരക്ഷിക്കും. സംരക്ഷിക്കുകയോ സംഹരിക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. നാളെ അയാൾക്കത് ഏണിയായിട്ട് വരും. അവിടെ ഒരു പെണ്ണ് കല്യാണപ്രായമായിട്ട് നിപ്പുണ്ടല്ലോ. ഗംഗയെ പോലൊരു കേസ് കെട്ടിനെ സ്പോൺസർ ചെയ്യുന്ന വീട്ടിൽ നിന്ന് അന്തസ്സുള്ള ആരെങ്കിലും കല്യാണം കഴിക്കാൻ വരുവോടി? 2-3 ആലോചനകൾ മുടങ്ങുമ്പോഴേ ആളുകളുടെ സ്വഭാവം മാറും. അല്ലെങ്കിൽ അയാളുടെ വാരസ്യാരില്ലേ രുക്മിണി, അവരുടെ സ്വഭാവം മാറും. എങ്ങനായാലും മുല്ലമുറ്റത്ത് കാലുകുത്താൻ നമ്മൾ ഗംഗയെ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിനോടകം വാര്യരുടെ വീട്ടിൽ തമ്പടിച്ചോണ്ട് ഗംഗ എന്തെങ്കിലും പണി പറ്റിച്ചാലോ? അവൾ എന്നാ ചെയ്യാനടി? നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തൊരു കാര്യമുണ്ട്. ഗംഗ കൺവട്ടത്ത് വന്ന നിലയ്ക്ക് ഇനി അത് ഗൗരവമായിട്ട് ആലോചിക്കണം. അതെന്താ? അവളെ ഒതുക്കുക. ആ അധ്യായം അങ്ങ് അവസാനിച്ചാൽ ശല്യം അതോടെ തീർന്നു കിട്ടും. വാര്യരുടെ വീട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഗംഗ ക്ലോസ് ആയാൽ അതയാൾക്കും പണിയാവും. ചുരുക്കത്തിൽ നമുക്ക് 2 നേട്ടങ്ങളാ. എന്നാ അതിനുള്ള പരിപാടി എന്താന്ന് വെച്ചാ തുടങ്ങ്.
സെറ്റപ്പുകളൊക്കെ ഞാൻ ഒപ്പിച്ചു വരുന്നുണ്ട്. അതുപോലെ ഇന്നിനി ആ സ്ത്രീയെ ആശുപത്രിയിലാക്കട്ട. അതെന്താ? വാര്യർ വന്ന് പോയതല്ലേ, അയാളുടെ ഗംഗയുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. അതാ ബുദ്ധി.